ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്. ഡയമെൻഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് മൾട്ടി ഡയമെൻഷനിലാണ്. അപ്പോൾ WHO കൺസെപ്റ്റിനകത്തിൽ 3 മേജർ ഡയമെൻഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ദെൻ സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് ആണ് വരുന്നത്. വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് സെവറൽ അഡീഷണൽ ഡയമെൻഷൻസ് ഹാവ് ബീൻ recognized. That is, first one is spiritual, emotional and the vocational dimensions. അപ്പം ആദ്യം WHO പറയുന്നത് മെയിൻലി 3 ഡയമെൻഷൻസ് ആണ്, സ്പെസിഫിക് ആയിട്ട് 3 ഡയമെൻഷൻസ് എന്നാണ് പറയുന്നത്. ഹെൽത്ത് ഓൾവേസ് മൾട്ടി ഡയമെൻഷണൽ ആണ്. അപ്പോൾ അതിനകത്ത് 3 ഡയമെൻഷൻസ് എന്നാണ് WHO പറയുന്നത്. ഒന്ന് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, എന്നാൽ നമ്മുടെ ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ ആ ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനോട് ബന്ധപ്പെട്ട് വേറെ കുറേ ഡയമെൻഷൻസും കൂടെ വന്നിട്ടുണ്ട്. ഫിസിക്കലോ മെൻ്റലോ അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ്ങോ മാത്രം പോരാ, അതിനും അപ്പുറത്ത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇമോഷണൽ, വൊക്കേഷണൽ ഡയമെൻഷൻസ് ഒക്കെ വേണം എന്ന് പറയുന്നുണ്ട്. ദെൻ മെയിൻ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. അതിനകത്ത് പറയുന്നത് ഓരോ ഡയമെൻഷൻസും മറ്റൊന്നുമായിട്ട് ഇൻ്റർ കണക്റ്റഡും അതുപോലെ തന്നെ ഇൻട്രാക്റ്റ് ചെയ്യുന്നതുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട് അത് തമ്മിൽ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നെയാണ് പറയുന്നത്, ഫിസിക്കലുണ്ട്, മെൻ്റലുണ്ട്, സോഷ്യലുണ്ട്, സ്പിരിച്വലുണ്ട്, ഇമോഷണലുണ്ട്, വൊക്കേഷണലുണ്ട്. ദീസ് ഡയമെൻഷൻസ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് വൺ അനദർ. ഡിസ്റ്റർബൻസ് ഇൻ വൺ ഡയമെൻഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദ അതർ. ഓക്കെ, ഒരു എണ്ണത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും മറ്റേതിനെ അഫക്റ്റ് ചെയ്യും. അതാണ് ഇതിനകത്ത് പറയുന്നത് മെയിനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ് വന്നതിന് ശേഷം കുറച്ച് ഡയമെൻഷൻസും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫിലോസഫിക്കൽ, കൾച്ചർ, അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക്, എൻവയോൺമെൻറ്റൽ, എഡ്യൂക്കേഷണൽ, ന്യൂട്രീഷണൽ, ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ഡയമെൻഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ഡയമെൻഷൻ. ഓരോ ഡയമെൻഷൻസും നമ്മൾ എടുത്ത് നോക്കുകയാണ്, അതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണ്. ഫിസിക്കൽ ഡയമെൻഷൻ ഇസ് ദ ഈസിയസ്റ്റ് ഡയമെൻഷൻ ടു അണ്ടർസ്റ്റാൻഡ്. ഫിസിക്കൽ ഹെൽത്ത് ഇംപ്ലൈസ് ദ പെർഫെക്റ്റ് ഫങ്ഷനിങ് ഓഫ് ബോഡി വെയർ എവറി സെൽസ് ആൻഡ് ഓർഗൻ ഫങ്ഷൻ അറ്റ് ഇറ്റ്സ് ഒപ്റ്റിമം കപ്പാസിറ്റി ആൻഡ് ഇൻ ഹാർമണി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ഡയമെൻഷനാണ് ഏറ്റവും എളുപ്പം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹെൽത്ത് എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിലായിരിക്കണം. അവിടെ ഉണ്ടാകുന്ന എല്ലാ സെൽസും അതുപോലെ ഓർഗൻസും ഒക്കെ ഹാർമണിയിലായിരിക്കണം, അതൊക്കെ നോർമലി ഫങ്ഷൻ ചെയ്യുമായിരിക്കണം, അതിൻ്റെ ഒപ്റ്റിമം കപ്പാസിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു ബോഡിയിലിരിക്കുന്ന എല്ലാം നോർമലായിരിക്കണം, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങും ആയിരിക്കണം. അപ്പോൾ ഈ ഫിസിക്കൽ ഡയമെൻഷൻസ് കുറച്ച് സയൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ഒരു ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഒരാൾ ഹെൽത്തി ആണ് എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? അയാൾക്ക് നല്ല ഗുഡ് കോംപ്ലക്ഷൻ ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള സ്കിന്ന്, ബ്രൈറ്റ് ഐസ്, പിന്നെ ഇയേഴ്സിനൊക്കെ നല്ല ഒരു രീതിയിലത്തെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണരുത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അക്കോർഡിംഗ് ടു ദിസ് പറയുന്നത് ഫിസിക്കൽ ഡയമെൻഷനകത്തിൽ മുടിയൊന്നും പൊഴിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഫാറ്റും അല്ല ഒത്തിരി ലീനും ആയിരിക്കരുത്. അതുപോലെ തന്നെ നല്ല രീതിയിലത്തെ വിശപ്പ്, നല്ല രീതിയിലത്തെ ബബൽ മൂമെൻറ്റ്സ്, ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ സൗണ്ട്, സ്ലീപ്പ്, ഉറക്കമൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സൊക്കെ നമുക്ക് ഒരു രീതിയിലത്തെ ബുദ്ധിമുട്ടും ഇല്ലാതെ മൂവ്മെൻറ്റ് ഒക്കെ പോസിബിൾ ആയിരിക്കണം. ഗുഡ് എക്സസൈസ് ചെയ്യാൻ പറ്റണം. ഈവൻ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫറ്റീഗ് ആവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പതോളജിക്കൽ കണ്ടീഷനിലായിരിക്കും അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ ഹെൽത്തി സ്റ്റേറ്റ്, അയാൾക്ക് പെട്ടെന്ന് അങ്ങനെ നമുക്ക് എക്സസൈസ് ചെയ്യുമ്പം നോർമലി നമുക്ക് ക്ഷീണമല്ല, ഒരു ടയർഡ്നെസ് ജസ്റ്റ് ആ ഒരു ഫോർ ദാറ്റ് ടൈം ബീങ് വരും അല്ലേ. നമ്മൾ പിന്നെ അത് യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളതുകൊണ്ട് അതിൽ ഓക്കെ ആവും, അല്ലെങ്കിൽ വി ക്യാൻ ഡു മോർ എക്സസൈസ് വിത്ത് ദ സെയിം ടൈം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കൽ ഡയമെൻഷൻസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്ലൈഡിലുണ്ട്. ഇതൊക്കെയാണ് ഗുഡ് കോംപ്ലക്ഷൻ ആൻഡ് സ്കിൻ ഉണ്ടായിരിക്കണം, ബ്രൈറ്റ് ഐസ് ആയിരിക്കണം, ഐ സൈറ്റിനൊന്നും കുഴപ്പം കാണരുത്, ഈവൻ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ കണ്ടീഷൻസോ അങ്ങനെയൊന്നും കാണരുത്. ഫേം വെൽ ഡെവലപ്ഡ് ബോഡി ആയിരിക്കണം. പിന്നെ ലെസ്ട്രസ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോഡി വെയ്റ്റ്, നമ്മൾ പറഞ്ഞു ടു ലീൻ ആൻഡ് ടു ഫാറ്റ് ആവരുത്. ഗുഡ് അപ്പറ്റൈറ്റ്, ഗുഡ് സ്ലീപ്പ്, ഗുഡ് ബവൽ മൂവ്മെൻറ്റ്സ്, ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ബവൽ ഹാബിറ്റ് ഉണ്ടാവണം, ബ്ലാഡർ ഹാബിറ്റും കാണണം.
പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി കോർഡിനേറ്റഡ് ബോഡി മൂവ്മെൻറ്റ്സ് അല്ലേ, ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ അയാൾക്ക് എന്ത് രീതിയിലത്തെ ബോഡി മൂവ്മെൻറ്റ്സും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയിരിക്കണം ബോഡി. പിന്നെ നോർമൽ ഫങ്ഷനിങ് ഓഫ് ഓർഗൻസ് ഒക്കെ നോർമലി ഫങ്ഷൻ ചെയ്യണം. ഇൻടാക്റ്റുള്ള സ്പെഷ്യൽ സെൻസസ് ഒക്കെ അതിലാണ് നമ്മൾ ആ ഒരു സൈറ്റിൻ്റെ കാര്യവും അതുപോലെ ഇയേഴ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞത്. പിന്നെ പൾസ് റേറ്റും അതുപോലെ തന്നെ പ്രഷർ, ബ്ലഡ് പ്രഷർ വിത്തിൻ ദ നോർമൽ റേഞ്ച് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഒരു ഗുഡ് ആണെന്നുള്ളതിൻ്റെ സയൻസ്. ദെൻ ഇവാലുവേഷൻ ഓഫ് ഫിസിക്കൽ ഹെൽത്ത്. ഈ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഫിസിക്കൽ ഹെൽത്ത് മേ ബി അസസ്ഡ് ബൈ സെൽഫ് അസസ്മെൻറ്റ് ഓഫ് ഓവറോൾ ഹെൽത്ത്. നമുക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും അല്ലേ, സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻക്വയറി ഇൻ ടു ദ സിംറ്റം ഓഫ് ഇൽ ഹെൽത്ത് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. നമുക്ക് ആ ഒരു ഫിസിഷ്യൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എൻക്വയർ ചെയ്യാം. എങ്ങനെയാണ് കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ എൻക്വയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് പേഷ്യൻറ്റിനോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഡയബറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഇൽ ഹെൽത്ത്. ഇപ്പോൾ നമുക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസാണ് വന്നതെന്ന് വിചാരിക്കുക, നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കും എന്തെങ്കിലും നേരത്തെ നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അമ്മയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫാദറിൻ്റെ സൈഡിൽ നിന്നോ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു സിംറ്റംസ് ഓഫ് ഇൽ ഹെൽത്തിനെയും അതുപോലെ റിസ്ക് ഫാക്ടേഴ്സിനെയും പറ്റിയിട്ട് അവിടെ ഇരിക്കുന്ന ഫിസിഷ്യൻ ചോദിക്കും, അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എൻക്വയറി ഇൻ ടു ദ മെഡിക്കേഷൻസ്. ഓക്കെ, മെഡിക്കേഷൻസിനെ പറ്റി എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കുന്ന ആളാണോ. അസസ്മെൻറ്റ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആൻഡ് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി. അപ്പം ആക്ടിവിറ്റിയുടെ ആ ഒരു ലെവൽ എങ്ങനെയാണ്, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. എൻക്വയറി ഇൻ ടു ദ യൂസ് ഓഫ് മെഡിക്കൽ സർവീസസ് സച്ച് ആസ് നമ്പർ ഓഫ് ഫിസിഷ്യൻ വിസിറ്റ്, ഹോസ്പിറ്റൽ അഡ്മിഷൻസ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അഡ്മിഷൻസ് എടുത്ത് നമ്മളവിടെ ആകാനുള്ള ചാൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫിസിഷ്യൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറിനെ ഒരു ഇപ്പം നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര തവണയൊക്കെ അല്ലെങ്കിൽ ആ ഒരു എത്ര വിസിറ്റ് നടത്തുന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ വരുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്ന ആളാണോ എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് നമുക്ക് ചോദിക്കാം അല്ലേ. ഇപ്പം കാർഡിയോവാസ്കുലർ ഡിസീസസോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആയിട്ടുള്ള കംപ്ലയിൻസോ റെസ്പിറേറ്ററി കംപ്ലയിൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ. അപ്പം നമുക്ക് അതിന് പ്രത്യേക തരം ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. ഇപ്പം ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസിനൊക്കെ എന്ന് പറയുന്നത് അതിൻ്റേതായ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. അതുപോലെ എല്ലാ കംപ്ലയിൻസിനും ഇപ്പോൾ റെസ്പിറേറ്ററി കംപ്ലയിൻസിന് അതിൻ്റേതായ ക്വസ്റ്റ്യൻസ് ഡോക്ടേഴ്സ് ചോദിക്കും. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് കമ്മിങ് വിത്ത് റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ് സെർട്ടൻ ക്വസ്റ്റ്യൻസ് ആ പേഷ്യൻറ്റിനോട് ചോദിക്കും. അതുപോലെ തന്നെയാണ് CVS കംപ്ലയിൻസ് ഒക്കെ, അതായത് കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള ഡിസീസുകൾ കാരണം വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് ചോദ്യങ്ങൾ ആ ഇരിക്കുന്ന പേഷ്യൻറ്റിനോട് ചോദിക്കും. പിന്നെ ക്ലിനിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞത്, ക്ലിനിക്കലി നമുക്ക് വരുന്ന കംപ്ലയിൻറ്റ് ഇപ്പോൾ തൈറോയിഡിനാണ് കംപ്ലയിൻ്റ് എങ്കിൽ നമ്മൾ അവിടെ ആദ്യം ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, അതുപോലെ തന്നെ ഓസ്കൾട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററി അസസ്മെൻറ്റ്, ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, പിന്നെ ബയോകെമിക്കൽ ആൻഡ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ. അറ്റ് ലാസ്റ്റ് ആണ് വി ആർ മൂവിങ് ടു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട്. ഇഫ് ഈസ് കമ്മിങ് വിത്ത് തൈറോയ്ഡ് കംപ്ലയിൻറ്റ്, ഓഫ് കോഴ്സ് നമ്മൾ തൈറോയ്ഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുന്നു അല്ലേ, നമ്മൾ T3, T4, TSH അങ്ങനെ ഫുൾ നോക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് കൊളസ്ട്രോൾ കംപ്ലയിൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോളിൻ്റെ ആ ഒരു ഫുൾ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. ലിപ്പോ പ്രോട്ടീൻ, ട്രൈഗ്ലിസറൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. അതുപോലെ ഓരോ അസുഖത്തിനും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓരോ ടൈപ്പ് ലബോറട്ടറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഇവാലുവേഷൻ ഓഫ് ഫിസിക്കൽ ഹെൽത്തിൽ നമ്മൾ പറയുന്നത്. ജസ്റ്റ് പറയാം, ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് സെൽഫായിട്ട് അസസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫിസിഷ്യൻസ് നമ്മളോട് ചോദിക്കും, എൻക്വയർ ചെയ്യും ഇൽ ഹെൽത്തും അതുപോലെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയിട്ട്. എൻക്വയറി ഇൻ ടു ദ മെഡിക്കേഷൻസ്, അസസ്മെൻറ്റ് ഓഫ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി, ദെൻ എൻക്വയറി ഇൻ ടു ദ യൂസ് ഓഫ് സെർട്ടൻ മെഡിക്കൽ സർവീസസ്. ഓക്കെ, ഹോസ്പിറ്റൽ വിസിറ്റിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഫിസിഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ അഡ്മിഷൻസിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കും.
സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട് ഓരോ സർട്ടൈൻ ഡിസീസസിനും. പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യുന്നു, ഡയറ്ററി ആൻഡ് അതുപോലെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അസസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അറ്റ് ലാസ്റ്റ് വി ആർ മൂവിങ് ടു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട്. ദിസ് ഈസ് ദ ഫിസിക്കൽ ഹെൽത്ത് ഇവാലുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫിസിക്കൽ ഡയമെൻഷൻ അറ്റ് കമ്മ്യൂണിറ്റി ലെവൽ. അപ്പോൾ കമ്മ്യൂണിറ്റി ലെവലിൽ എങ്ങനെയായിരിക്കും? കമ്മ്യൂണിറ്റി ഫിസിക്കൽ ഹെൽത്ത് ക്യാൻ ബി അസസ്ഡ് യൂസിങ് indicators such as death rate, infant mortality rate and expectation of life. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ഫിസിക്കൽ ഡയമെൻഷൻ അറ്റ് കമ്മ്യൂണിറ്റി ലെവൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഫിസിക്കൽ ഹെൽത്ത് ഈസ് മോർ ദാൻ മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുള്ളതല്ല. പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്ത ഡയമെൻഷനിലേക്ക് പോകാം, മെൻ്റൽ ഡയമെൻഷൻ. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും മെൻ്റൽ ഇൽനെസ് ഇല്ലാത്ത ഒരു സാഹചര്യം എന്നുള്ളത് മാത്രമല്ല അല്ലേ. അവിടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് വേരിയഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വേരിയഡ് സിറ്റുവേഷൻസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു എന്താണ് ആ ഒരു ലൈഫിൻ്റെ പേർപ്പസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇൻ്റർലിങ്ക്ഡ് ആണല്ലോ. ഒരു മെൻ്റൽ ആയിട്ടുള്ളൊരു ഡിസീസ് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് മെൻ്റൽ ഡയമെൻഷനെ കാണാൻ പറ്റില്ല. അപ്പോൾ മെൻ്റൽ ഡയമെൻഷൻ ഇസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് മെൻ്റൽ ഇൽനെസ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റെസ്പോണ്ട് ടു വേരിയഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് വിത്ത് ഫ്ലെക്സിബിലിറ്റി, ബാലൻസ് ആൻഡ് സെൻസ് ഓഫ് പേർപ്പസ്. ഓക്കെ, അവിടെ ഫ്ലെക്സിബിലിറ്റി കാണണം, ലൈഫിൽ ബാലൻസ് കാണണം ആൻഡ് സെൻസ് ഓഫ് പേർപ്പസ് കാണണം. ഈ 3 കീ വേർഡ്സ് ഓർത്തിരിക്കുക. അപ്പോൾ മെൻ്റൽ ഡയമെൻഷൻ ഈസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് മെൻ്റൽ ഇൽനെസ്. ഓക്കെ, ഇവിടെ എന്താണ് ആ ഒരു പേഴ്സണിന് വേണ്ടത്? വേരിയഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു വേരിയഡ് ആയിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കണം. ഓരോ സിറ്റുവേഷനും അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാനും പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും അയാൾക്ക് വേണ്ടത്? ഫ്ലെക്സിബിൾ ആയിരിക്കണം, അയാൾ ബാലൻസ് വേണം, സെൻസ് ഓഫ് പേർപ്പസും വേണം. മെൻ്റൽ ഹെൽത്ത് മേ ബി വ്യൂഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് സറൗണ്ടിങ് വേൾഡ്, ഹാർമണി ബിറ്റ്വീൻ ദ വൺ സെൽഫ് ആൻഡ് ദ അതേഴ്സ്, കോ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിയാലിറ്റീസ് ഓഫ് സെൽഫ്, അതർ പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ആളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടും അയാളും തമ്മിലുള്ള ആ ഒരു ബാലൻസാണ് ശരിക്കും ഈ മെൻ്റൽ ഡയമെൻഷൻസിൽ പറയുന്നത്. അതുപോലെ തന്നെ ഹാർമണി ബിറ്റ്വീൻ ദ വൺ സെൽഫ് ആൻഡ് ദ അതേഴ്സ്, കോ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിയാലിറ്റീസ് ഓഫ് സെൽഫ്, അതർ പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെൻ്റൽ ഡയമെൻഷനിൽ വരുന്നത്. അപ്പോൾ മെൻ്റൽ ഡയമെൻഷൻസിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അത് അയാളുടെ എന്താണ് ഫസ്റ്റ് വരുന്നത് ഈസ് ഫ്രീ ഫ്രം സിഗ്നിഫിക്കൻറ്റ് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്. അല്ലേ, ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഒന്നും കാണരുത്. ഒരു അയാളുമായിട്ട് തന്നെ ഒരു യുദ്ധം മനസ്സിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കത്തില്ല, അതങ്ങനെ വേണോ അതിങ്ങനെ വേണോ, നമ്മൾ തന്നെ ശരിക്കും അവിടെ കോൺഫ്ലിക്റ്റിലാണ്, നമ്മൾ തന്നെ ഒരു വാറിലാണ് അവിടെ. അപ്പം പിന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഈസ് നോട്ട് കോൺസ്റ്റൻ്റ്ലി അറ്റ് വോർ വിത്ത് വൺസെൽഫ്. സെയിം പോയിന്റ് തന്നെ നമുക്ക് വിചാരിക്കാം. നെക്സ്റ്റ് ഈസ് വെൽ അഡ്ജസ്റ്റഡ്. ഏത് സിറ്റുവേഷനിലായിരിക്കുമെങ്കിലും അയാൾക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഹി നീഡ് ടു ഗെറ്റ് അലോങ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുടെ തീരുമാനമാണെങ്കിൽ പോലും അതിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ ക്രിറ്റിസിസംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ നിനക്ക് എടുത്തൂടെ, അത് ശരിയാണല്ലോ അയാൾ പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതാണ് മെൻ്റൽ ഹെൽത്ത് ഉള്ള അല്ലെങ്കിൽ മെൻ്റൽ ഡയമെൻഷനിൽ പറയുന്നത്. ദെൻ സെർച്ച് ഫോർ ആൻ ഐഡൻറ്റിറ്റി. അയാളുടെ വാല്യൂസ്, ഗോൾസ്, അയാളുടെ പാഷൻസ്, അയാൾക്ക് തന്നെ അറിഞ്ഞിരിക്കണം എന്താണ് എൻ്റെ ഒരു ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പേർപ്പസ് ഓഫ് ലൈഫ് എന്താണ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തിൽ. പിന്നെ ഹാസ് സ്ട്രോങ് ആയിട്ടുള്ള സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം വേണം. നോസ് വൺ സെൽഫ് ഇൻക്ലൂഡിങ് ദ നീഡ്സ്, പ്രോബ്ലംസ് ആൻഡ് ഗോൾസ്. ഇത് സെയിം ആ 6th പോയിന്റ് തന്നെയാണ് പറയുന്നത്. ഹാസ് ഗുഡ് സെൽഫ് കൺട്രോൾ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ വേസ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ചിലരൊക്കെ കണ്ടിട്ടില്ലേ, സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ താഴെ എറിഞ്ഞ് പൊട്ടിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കാണരുത്. അല്ലെങ്കിൽ പറയാം, ഇപ്പം ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി ഗെയിംസ് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർ മൊബൈൽ അഡിക്ഷൻസ്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകരുത്. എവിടെയാണ് എൻ്റെ ലിമിറ്റ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. പിന്നെ പോയിന്റ് ഇസ് ഫേസ് പ്രോബ്ലംസ് ആൻഡ് ട്രൈസ് ടു സോൾവ് ദം ഇൻ്റലിജൻ്റ്ലി. ഓക്കെ, ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ ആ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഫേസ് ചെയ്യാൻ വേണം, അതിനെ സോൾവ് ചെയ്യാൻ വേണം. ഓക്കെ, പിന്നെ നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പോസിറ്റീവ് തിങ്കിങ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, നല്ല പ്രോപ്പർ എക്സസൈസ്, ഈവൻ യോഗ അങ്ങനത്തെ പോലത്തെ കാര്യങ്ങൾ, റിലാക്സിങ് ടെക്നിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം.
നന്നായി മനുഷ്യൻ അവരുടെ ചുറ്റിനുമുള്ള ആൾക്കാരോട് സംസാരിക്കണം. ഓക്കെ, ടൈം മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മെൻ്റലി ഹെൽത്തി പേഴ്സണിൽ കാണണം. ഓക്കെ, അതാണ് മെൻ്റൽ ഡൈമെൻഷനിൽ പറയുന്നത്. അയാളുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അയാളുടെ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ലൈഫിൽ വരുന്ന ചലഞ്ചസ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വേഴ്സ് സിറ്റുവേഷൻ ഹി നീഡ് ടു ആക്ട് പ്രോപ്പർലി. ഓക്കെ, അവിടെ സെൽഫ് കൺട്രോൾ പോകരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തിൽ പറയുന്നത്. Mind body relation. Mental and physical health are closely related. The psychological factors can contribute to the physical illness, while the chronic physical illness can affect the mental health. അപ്പോൾ ഇത് ശരിക്കും ഇൻ്റർലിങ്ക്ഡ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിനെ എഫക്റ്റ് ചെയ്തതുപോലെ തന്നെ മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇമോഷണലായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ നമ്മൾ എന്തായാലും ഓഫ് കോഴ്സ് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് PCOD കണ്ടീഷൻസ് അല്ലെങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പം വരുന്ന ഡിസീസ് കണ്ടീഷനാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പം ഫാറ്റി ലിവർ അല്ലെങ്കിൽ സിറോസിസ് പോലത്തെ കണ്ടീഷനൊന്നും അങ്ങനെ വരത്തില്ല. പക്ഷേ സംതിങ് റിലേറ്റഡ് ടു ഹോർമോൺസ് ആർ മോർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബൈ ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ഓക്കെ, അപ്പോൾ അതാണ് സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഫിസിക്കൽ ഇൽനസിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക, വളരെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇവൻ ക്യാൻസർ പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുമായി അതിനെ വിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പോലും അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബാഡ് ഫീലിംഗ് വരുന്ന ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും. Therefore, mental health should be considered an essential component of overall health. അതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവറോൾ ഹെൽത്ത്, ഓവറോൾ ആയിട്ടുള്ള മെൻ്റൽ വെൽബീയിങ്, ഫിസിക്കൽ വെൽബീയിങ്ങിന് മെൻ്റൽ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സോഷ്യൽ ഡയമെൻഷൻ. ഈ സോഷ്യൽ ഡയമെൻഷനിൽ പറയുന്ന ആ ഒരു സൊസൈറ്റി ആയിട്ടുള്ള ഒരു ഹാർമണിയുടെ കാര്യമാണ്. സോഷ്യൽ വെൽബീയിങ് റെഫേഴ്സ് ടു ദ ഹാർമണി ആൻഡ് ഇൻറ്റഗ്രേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ അതർ മെമ്പർ ഓഫ് ദ സൊസൈറ്റി, ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സോഷ്യൽ വേൾഡ് ഇൻ വിച്ച് ദേ ലീവ്. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് കമ്മ്യൂണിറ്റി. ഒരു ഗുഡ് സോഷ്യൽ ഡയമെൻഷനിൽ സോഷ്യൽ വെൽബീയിങ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അയാളുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഗുഡ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് കാണും അല്ലേ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കാണും. ഓക്കെ, ഇതാണ് സോഷ്യൽ ആയിട്ടുള്ള ഡയമെൻഷൻസിൽ പറയുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ സ്കില്ലുകൾ കാണും അല്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് അയാൾക്ക് ആക്ട് ചെയ്യുന്നതെന്ന് അയാൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണും, ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അവിടെ കാണും. എബിലിറ്റി ടു എക്സ്പ്രസ് തോട്ട്സ് ക്ലിയർലി ആൻഡ് ലിസൺ ടു അതേഴ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അയാൾക്ക് ആ ഒരു തോട്ട്സ് ക്ലിയർ ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വാം ആയിട്ടുള്ള ഒരു ഹാവിങ് വാം, ട്രസ്റ്റിംഗ് ആൻഡ് മ്യൂച്വലി സപ്പോർട്ടീവ് റിലേഷൻ വിത്ത് അതേഴ്സ്. ഇതൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എല്ലാം സൊസൈറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദ എബിലിറ്റി ടു ഫുൾഫിൽ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എഫക്റ്റീവ്ലി ഇൻ എവറിഡേ ലൈഫ്, അണ്ടർസ്റ്റാൻഡിങ് വൺസ് പ്ലേസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് റെസ്പെക്ടിങ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓൾ. ഓക്കെ, അവിടെ ആ ഒരു നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ആക്റ്റീവ്ലി ടേക്കിംഗ് പാർട്ട് ഇൻ ദ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി അല്ലേ. ആ ഒരു നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, നമ്മളുടെ പരിസരം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾക്ക് ക്ലീൻ ആക്കി വെക്കുമ്പോൾ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട്. ഇപ്പം പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വേസ്റ്റുകളുടെയൊക്കെ ആ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ സോഷ്യൽ ഡയമെൻഷനിൽ വരാം. പേഴ്സണൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ആ ഒരു നമ്മുടെ സറൗണ്ടിങ് ക്ലീൻ ആക്കി വെക്കുന്നത് പോലും നമുക്കിതിനകത്തിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഹെൽത്ത് helps an individual to live in harmony with others and contribute to the well-being of the family, society and community. It is essential for overall health and quality of life. ഓക്കെ, അത് അത്രയും കാര്യങ്ങളാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ ഹെൽത്ത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ആൻ ഇൻഡിവിജ്വൽ ഇസ് എ പാർട്ട് ഓഫ് ഫാമിലി, ദെൻ ഹി ഈസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഒരു വൈഡർ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഹെൽത്ത് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് പേഴ്സൺ സോഷ്യൽ നെറ്റ്വർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവർ ഇൻ്റർ കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് സ്പിരിച്വൽ ഡയമെൻഷൻ. അപ്പോൾ സ്പിരിച്വൽ ഡയമെൻഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്പിരിച്വാലിറ്റി നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊരു റിലീജിയൻ ബേസ്ഡ് ആണെന്നാണ്. അപ്പം അങ്ങനെയല്ല, പക്ഷേ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റായിട്ടാണ് പറയുന്നത്. സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ആ ഒരു
മീനിങ് ഓഫ് ലൈഫ് അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൺസ് എക്സിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് എന്തൊക്കെ ഗോൾസാണ് ഉള്ളത്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലൂടെയാണ് കിട്ടുന്നത്, സ്പിരിച്വാലിറ്റിയിലൂടെയാണ്. പിന്നെ പേർപ്പസ് ഓഫ് ലൈഫ്, നമ്മൾ എന്തൊക്കെയാണ് നമുക്കിവിടെ അറ്റൈൻ ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടത്, നമ്മൾക്ക് ആ ഒരു നമ്മളുടെ വിഷൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെൽഫ് കെയറിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ എത്രമാത്രം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ അവരുടെ ബിലീഫ്സിനും അവർക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി പറയുന്നത്. പിന്നെ എത്തിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, അതായത് ഹോണസ്റ്റി, അല്ലെങ്കിൽ കമ്പാഷൻ, ജസ്റ്റിസ്, റെസ്പോൺസിബിലിറ്റീസ്. മൊത്തത്തിൽ ഈ സ്പിരിച്വൽ ഡയമെൻഷൻ എടുക്കുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾക്ക് ആ ഒരു എത്രമാത്രം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലൂടെ മനസ്സിലാവും. ഈ സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്, എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല, മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ഡയമെൻഷനില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യം കണ്ട ഈ ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് നമുക്ക് ഈസിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ സ്പിരിച്വൽ ഡയമെൻഷൻ അങ്ങനെയല്ല, ഓക്കെ. അതുകൊണ്ട് തന്നെ അത് മെഷർ ചെയ്യാനായിട്ട്, അത് വളരെ കറക്റ്റായി മെഷർ ചെയ്ത് പറയാനായിട്ട് അവിടെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്, ഓക്കെ. അപ്പോൾ സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ നമ്മൾക്ക് ആ ഒരു പർപ്പസ് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ശരിക്കും മീനിങ് മനസ്സിലാക്കുക, നമ്മളുടെ വാല്യൂസ്, അതുപോലെ തന്നെ ഇന്നർ ഡയറക്ഷൻസ് ഇൻ ലൈഫ്, അത്രയും കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു റിലീജിയൻ മാത്രം ബേസ്ഡ് അല്ല, ഏത് റിലീജിയനിലാണെങ്കിലും നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഓക്കെ. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഹാവിങ് മീനിങ്, പർപ്പസ്, വാല്യൂ ആൻഡ് ഇന്നർ ഡയറക്ഷൻസ് ഓഫ് ലൈഫ്, ഓക്കെ, ഇന്നർ ഡയറക്ഷൻസ് ഇൻ ലൈഫ്. ഇതാണ് സ്പിരിച്വൽ ഹെൽത്തിനെ പറ്റിയിട്ട് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ റിലീജിയൻ അലോൺ, ഇറ്റ്സ് ഹാവിങ് ദ കമ്പോണൻസ് ലൈക്ക് വി നീഡ് ടു ഫൈൻഡ് എന്താണ് മീനിങ് അറിയണം, പേർപ്പസ് കാണണം, അതുപോലെ തന്നെ വാല്യൂ ആ ഒരു ലൈഫിൻ്റെ, പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഇൻ ദ ലൈഫ്, അത്രയും കാര്യങ്ങൾ നമുക്ക് സ്പിരിച്വൽ ഹെൽത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഇമോഷണൽ ഡയമെൻഷൻസ്. അപ്പോൾ ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്ന ഫസ്റ്റ് പോയിന്റ് തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കലി ഈ മെൻറ്റൽ ഡയമെൻഷൻ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. വിത്ത് ഇൻക്രീസിങ് അണ്ടർസ്റ്റാൻഡിങ് ദേ മേ ബി കൺസിഡർഡ് സെപ്പറേറ്റ്ലി. ശരിയാണ്, നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് മുന്നോട്ട് നന്നായി വന്നപ്പോൾ ഇതല്ല ഇമോഷണൽ ഡയമെൻഷൻ അല്ല മെൻറ്റൽ ഡയമെൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. A person with good emotional health is able to recognize, express and regulate emotions properly. ഓക്കെ, നല്ലൊരു ഇമോഷണൽ ഹെൽത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലേ? അതാണ് ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇമോഷൻ ഈസ് സംതിങ് റിലേറ്റഡ് ടു വാട്ട് വി ഫീൽ, അങ്ങനെ ഒരു ഇതാണ്. എന്നാൽ മെൻ്റൽ ഹെൽത്ത് അങ്ങനെയല്ല, ഒരു കോഗ്നിഷൻ, നോയിങ്, അങ്ങനത്തെ ഒരു ഇതിലാണ് മെൻ്റൽ ഹെൽത്ത് വരുന്നത്. എന്നാൽ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് തോന്നുന്നത്, അപ്പം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ഇമോഷണൽ ഹെൽത്തിലൂടെ നമുക്കതിനെ റെക്കഗ്നൈസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ ഇമോഷൻസിനെ അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്താണ് വൺ സെൽഫ് ആൻഡ് വേൾഡിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. നോയിങ്, ദെൻ തിങ്കിങ്. നമ്മൾ ലോജിക്കലി റാഷണൽ ആയിട്ടുള്ള തോട്ട്സ് പ്രോസസ്സിങ് ഒക്കെ വരുന്നു, അതൊക്കെ മെൻ്റൽ ഡയമെൻഷനിലാണ് വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, നമുക്ക് ആ ഒരു തോട്ട്സിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നു, അല്ലെ, ലോജിക്കൽ റാഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു. പിന്നെ കോഗ്നീഷൻ, നമുക്ക് കോഗ്നീഷൻ അത് ശരിക്കും വരുന്നത് നമ്മുടെ മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, പെർസെപ്ഷൻസ്, അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ആ ഒരു മെൻ്റൽ ഡയമെൻഷൻസിൽ വരുന്നത്. ഓക്കെ, ആ ഒരു മെൻ്റൽ ഡയമെൻഷനിൽ മെയിൻലി വരുന്ന ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക, നോയിങ്, തിങ്കിങ് ആൻഡ് കോഗ്നീഷൻ ആണ്. പിന്നെ ഇന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്തിൽ അവിടെ കൂടുതൽ ഫീലിംഗ് റിലേറ്റഡ് ആണ്. എക്സ്പ്രസിങ് ഇമോഷൻസ് സച്ച് എസ് ഹാപ്പിനെസ്, സാഡ്, ആങ്കർ, ഫിയർ, ദാറ്റ് ഇസ് വാട്ട് വി ഫീൽ. ഇപ്പോൾ എനിക്ക് കരയാൻ തോന്നുമ്പോൾ അവിടെ ആ ഒരു ഫീലിംഗ് ആണ്, അവിടെ ആ ഒരു സാഡ്നെസ്സിനാണ് അല്ലെങ്കിൽ ആ ഒരു ക്രൈയിങ്ങിനാണ് അവിടെ ഇമോഷണൽ ഹെൽത്തിൽ പറയുന്നത്. റെക്കഗ്നേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ, ബീയിങ് അവെയർ ഓഫ് വൺസ് ഇമോഷൻ ആൻഡ് എക്സ്പ്രസിങ് ദം അപ്രോപ്രിയേറ്റ്ലി. ഓക്കെ, ദെൻ അപ്രോപ്രിയേറ്റ് ഇമോഷണൽ റെസ്പോൺസ്. ഇപ്പം ഒത്തിരി സ്ട്രെസ് ആണെങ്കിൽ അത് എങ്ങനെയും എഫക്റ്റീവ്ലി നമ്മളത് എന്താണ് അതിനെ മനസ്സിലാക്കി നമ്മളതിന് വഴികൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ സ്ട്രെസ്സ് കുറയ്ക്കാൻ. ഓക്കെ, അപ്പം മെൻ്റൽ ഹെൽത്ത് ഈസ് റിലേറ്റഡ് ടു വാട്ട് വി തിങ്ക്, വാട്ട് വി ആർ അണ്ടർസ്റ്റാൻഡിങ്, വാട്ട് ഈസ് അവർ കോഗ്നേഷൻ. ഓക്കെ, ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഈസ് റിലേറ്റഡ് ടു ഫീലിംഗ് ആൻഡ് റെക്കഗ്നേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് അവർ ഇമോഷൻ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസസ് അത് വരുന്നുണ്ട്. Then vocational dimension. The vocational aspect of life is considered another important dimension of health because work is major part of human existence. അല്ലേ? കറക്റ്റാണ്. ഹ്യൂമൻ എക്സിസ്റ്റൻസിൽ ഒരു മേജർ പങ്ക് വരുന്നത് വർക്കിനാണ്. അല്ല ഫാമിലിയിലോട്ടോ അല്ലെങ്കിൽ ഇവൻ സൊസൈറ്റി ഇൻട്രാക്ഷനെ കാട്ടിലൊക്കെ ആ ഒരു വർക്ക് ലൈഫിലാണ് നമുക്ക് ഇപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം അതിനകത്തിൽ നമുക്ക് വർക്ക് ലൈഫിൽ നല്ല രീതിയിലത്തെ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു
ഡയമെൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്കതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമുക്കതിനകത്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരണം അല്ലേ. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ഹ്യൂമൻ ഗോൾസിനെ പറ്റിയിട്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്പാസിറ്റീസിനെ പറ്റിയിട്ട്, പേഴ്സണൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസിനെ പറ്റിയിട്ട് ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത്. അതെ, നമുക്ക് നല്ല വൊക്കേഷണൽ ആയിട്ടുള്ള ഹെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് പ്ലേസിൽ നല്ല രീതിയിൽ ഉള്ളതാണെങ്കിൽ നമുക്കത് മെൻ്റലി അതുപോലെ തന്നെ ഫിസിക്കലി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് വൊക്കേഷണൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷനാണ്. ശരിയല്ലേ, നമുക്കിഷ്ടമുള്ളത് ചെയ്യണം, നമുക്കിഷ്ടമുള്ള കോഴ്സിന് പോകണം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ജോലി ചെയ്യണം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വൊക്കേഷണൽ ഹെൽത്ത് നമുക്ക് ഉണ്ടാവും. എൻജോയിങ് യുവർ വർക്ക് ആൻഡ് ഫീലിംഗ് ഹാപ്പി ആൻഡ് ഫുൾഫിൽഡ് ഇൻ യുവർ ജോബ്. ഓക്കെ, ദെൻ accomplishing the goals we are setting our goals and we are the reaching our goals. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഒരു സക്സസ് ഫീൽ ചെയ്യുമ്പം വളരെയധികം പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്തിലേക്ക് നയിക്കുന്നു. റിലാക്സിങ് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് ഫീലിംഗ് ദാറ്റ് യുവർ വർക്ക് റിഫ്ലെക്ട്സ് ഹൂ യു ആർ. ഓക്കെ, എന്താണ് ഞാൻ ചെയ്യുന്നത് അതിൽ വളരെയധികം എൻജോയ് ചെയ്തിട്ട് അതിൽ വളരെ ഹാപ്പി ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും ഇരിക്കുന്നു. ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടാകും. ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഫിസിക്കലിനകത്തിൽ പോലും മെൻ്റലിനകത്തിൽ പോലും പറഞ്ഞതാണ് പേർപ്പസ് എന്താണെന്ന് നമുക്കറിയണം. സെൻസ് ഓഫ് പേർപ്പസ് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് യുവർ വർക്ക് ഹാസ് മീനിങ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു സംതിങ് ബിഗർ. നെക്സ്റ്റ് ഇസ് എൻഹാൻസ്ഡ് സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം. ഒരു കോൺഫിഡൻസ്, അയാളുടെ എബിലിറ്റീസിൽ അയാൾ പ്രൗഡായിരിക്കണം. അയാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരിക്കലും നമ്മളെ വേറൊരാളുടെ മുമ്പിലോ അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്നുള്ളതല്ല. അവിടെ നല്ല ഗുഡ് സെൽഫ് എസ്റ്റീം കാണണം. ഓക്കെ, അതൊക്കെ ഒരു വൊക്കേഷണൽ ഹെൽത്തിൽ വരുന്നു. ദെൻ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ വർക്ക് ആൻഡ് കമ്പൽസറി റിട്ടയർമെൻറ്റ്. ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലൈഫിനെ താഴോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ എന്താണ് ആങ്സൈറ്റി, വറി, ആ ഒരു ലോസ് ഓഫ് റൂട്ടീൻ ആൻഡ് പേർപ്പസ്, ലോവർ സെൽഫ് എസ്റ്റീം ഒക്കെ എന്ന് പറയുന്നത് ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്നു. സാറ്റിസ്ഫാക്ഷൻ ഇല്ല വർക്കിലെങ്കിൽ എന്തായിരിക്കും അവിടെ ഭയങ്കര സ്ട്രെസ്സ് കാണും. ചിലപ്പോൾ അത് ഫാമിലിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും ആ പേഴ്സൺ അല്ലേ. റിട്ടയർമെൻറ്റ്, ഒരു കമ്പൽസറി റിട്ടയർമെൻറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു യൂസ്ലെസ്നെസ്, ഭയങ്കര എലോൺ ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഫീലിങ്ങിലേക്കൊക്കെ നയിക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി വൊക്കേഷണൽ ആയിട്ടുള്ള ലൈഫ് എപ്പോഴും എന്ത് കൊണ്ടുവരുന്നു, ഹാപ്പിനെസ് കൊണ്ടുവരുന്നു, ഫുൾഫിൽമെൻറ്റ്, ബെറ്റർ ഹെൽത്തിലേക്കൊക്കെ നയിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ടേംസിൽ പറയുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ ജോബിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അവിടെ നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്ത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് നടക്കുന്നു. അത് സെൽഫ് റിയലൈസേഷൻ ആൻഡ് ബെറ്റർ ഹെൽത്ത്. ഓക്കെ, ആൻഡ് ബെറ്റർ ഹെൽത്ത് മാത്രം എന്ന് പറയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തോടെ വരുന്നുണ്ട്. പിന്നെ അതർ ഡയമെൻഷൻസ് ആണ് നമ്മൾ പറഞ്ഞു. ഈ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ദെൻ സ്പിരിച്വൽ, ഇമോഷണൽ, വൊക്കേഷണൽ മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ ടേംസും കൂടെ വന്നിട്ടുണ്ട്. ഫിലോസഫിക്കലായിട്ടുള്ള ഡയമെൻഷനിൽ എന്താണ് ഇത്, ശരിക്കും ഒരു സ്പിരിച്വലിനകത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഡയമെൻഷനിൽ പറയാം. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. നമ്മൾ തന്നെ അത് ചിന്തിക്കും. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായോ, അല്ലെങ്കിൽ അങ്ങനെ ഡിസിഷൻസ് എടുക്കാമായിരുന്നു. നമുക്കതൊരു മെൻ്റൽ ആയിട്ടുള്ള ഒരു വെൽബീങ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോലും എത്താൻ പറ്റത്തുള്ളൂ. ആൻഡ് വാട്ട് ഈസ് ഗുഡ് ഹെൽത്ത്, അവിടെ ലൈഫ് സ്റ്റൈലിനെയൊക്കെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഫിലോസഫിക്കലിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ കൾച്ചറൽ ഡയമെൻഷൻ, ഹെൽത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്, ട്രഡീഷൻ, ദ കസ്റ്റംസ്, ബിലീഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് എ സൊസൈറ്റി. ഇത്രയും കാര്യങ്ങൾ കൾച്ചറലിനകത്ത് പറയുന്നുണ്ട്. ദെൻ സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻസിനകത്തിൽ നമ്മുടെ ഇൻകം, ഓക്യുപ്പേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് കണ്ടീഷൻസ്, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ പറയുന്നുണ്ട്. അതാണ് സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻ. ദെൻ എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻ, ദ റിലേറ്റ്സ് ടു ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് സച്ച് ആസ് എയർ, വാട്ടർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ്, സാനിറ്റേഷൻ, ഹൗസിങ്, പൊല്യൂഷൻ, ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റിലെ ഡയമെൻഷനിൽ പറയുന്നത്. എഡ്യൂക്കേഷൻ ഡയമെൻഷനകത്തിൽ അവിടെ ഹെൽത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ലിറ്ററസി ആൻഡ് അവെയർനെസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് ഇസ് ന്യൂട്രീഷണൽ ഡയമെൻഷനകത്തിൽ അവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പം അവിടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികളൊന്നും വരത്തില്ല. അവിടെ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, മെയിൻ്റനൻസ് ഓഫ് ഹെൽത്തും വരുന്നുണ്ട്. പിന്നെ ക്യൂറേറ്റീവ് ഡയമെൻഷൻ ഏറ്റവും ഒരു ലാസ്റ്റായിട്ടൊക്കെ വരുന്നൊരു കാര്യമാണ് അല്ലേ. അവിടെ നമ്മൾ ഒരു അസുഖം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, അവിടെ റിസ്ക് ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ സ്ക്രീനിങ് ഓർ ഇവൻ ഡയഗ്നോസിസ് പോലത്തെ കാര്യങ്ങൾ ചെയ്തു. ആൻഡ് ഇഫ് ഹി ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് എ സർട്ടൻ ഡിസീസ് വി ആർ ഗിവിംഗ് ദ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ആൻഡ് അവിടെ റീഹാബിലിറ്റേഷൻ ടു റീസ്റ്റോർ ദ ഹെൽത്ത്.
ഇപ്പോൾ അവിടെ ഇൻ കേസ് അവിടെ പോളിയോ വന്നു, ഓക്കെ, അവിടെ പോളിയോ വന്നു, അവിടെ നമുക്കിനി അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, എന്നാൽ അവിടെ ഇനി അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ആ ഒരു ഡിസബിലിറ്റിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ ക്യൂറേറ്റീവ് ഡയമെൻഷനിൽ പറയുന്നത്. ആൻഡ് അവിടെ ആ ഒരു ഇമ്പാക്റ്റ് ഓഫ് ഡിസീസിനെ കുറയ്ക്കുക എന്ന് പറയാൻ പറ്റും. ദെൻ പ്രിവെൻറ്റീവ് ഡയമെൻഷൻസ് ആണ് ഈ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രൊട്ടക്ഷൻസ്, നമ്മൾ ഇമ്മ്യൂണൈസേഷൻ, സാനിറ്റേഷൻ. ഇപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസിനൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഒരു ഇപ്പം വൈറ്റമിൻ എ സപ്ലിമെൻ്റ് ഒക്കെ ആയിട്ട് കൊടുക്കത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രിവെൻറ്റീവ് ഡയമെൻഷനിൽ വരുന്നത്. നമ്മൾ ഓൾറെഡി അവിടെ ചാൻസ് ഉണ്ട്, അപ്പോൾ നമ്മൾ അവിടെ പ്രിവെൻറ്റ് ചെയ്യുക. ഫോർട്ടിഫൈഡ് റൈസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സോൾട്ട് ഫോർട്ടിഫൈ ചെയ്ത സോൾട്ടൊക്കെ ഉണ്ട്, അപ്പം അവിടെ ഒരു ഡെഫിഷ്യൻസി വരാതെ നമ്മളവിടെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ലാസ്റ്റായിട്ടുള്ള അതർ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്തിൽ പറയുന്നത്. ഫിലോസഫിക്കൽ പറയുന്നുണ്ട്, കൾച്ചറൽ പറയുന്നുണ്ട്, സോഷ്യോ എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ, ദ ന്യൂട്രീഷണൽ, ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ഡയമെൻഷൻ.